ഹലോ ഗൈസ്, എൻ്റെ പേര് അമൽ ടെക്യാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 20,000 രൂപ ബജറ്റിൽ ഫോൺ നോക്കുന്ന ആൾക്കാർക്ക് എന്തായാലും പുതിയൊരു ഡിവൈസ് കൂടി വന്നിട്ടുണ്ട്. സാംസങ്ങിൻ്റെ എം സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിവൈസ് സാംസങ് ഗാലക്സി M31s ഇന്ന് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ഈ M31ൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർക്ക് ഈ ഒരു ഐ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും. ഇനി എന്തായാലും ആ ഒരു വീഡിയോ കാണണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഗാലക്സി M31ഉം M31s തമ്മിലുള്ള ഒരു ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ്റെ കമ്പാരിസനാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. M31ൽ നിന്നും M31s വരുമ്പോൾ എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ്, എന്തൊക്കെ പുതിയ അപ്ഗ്രേഡ്സ് ആണ് സാംസങ് M31s കൊണ്ടുവരുന്നത് എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിനോടൊപ്പം M31sൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ റിവ്യൂ ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ രണ്ട് ഫോണുകളും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് വരുന്ന ഡിഫറൻസസ് എവിടേക്കാണ് നോക്കാം. ഒന്ന്, ഇതിൻ്റെ ഡിസൈൻ പാർട്ടിൽ ചേഞ്ചസ് വരുന്നുണ്ട്. രണ്ട് ഫോണിൻ്റെ ഡിസൈൻ വൈസ് ചേഞ്ചസ് വരുന്നുണ്ട്. അതിനോടൊപ്പം ക്യാമറ ഫീച്ചേഴ്സിൽ വലിയൊരു അപ്ഗ്രേഡ് M31s കൊണ്ടുവരുന്നുണ്ട്. അതിനോടൊപ്പം ഫാസ്റ്റ് ചാർജിൻ്റെ കാര്യത്തിലും M31s അപ്ഗ്രേഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ചേഞ്ചസുകൾ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ നോക്കാം. ഫോണിൻ്റെ ഡിസൈൻ വൈസ് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസൈൻ വൈസ് നോക്കുന്ന സമയത്ത് നമ്മൾ M31ൽ കണ്ടത് അതിൻ്റെ ഫ്രണ്ട് ക്യാമറ വന്നത് ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചിലായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ M31ൽ നമ്മൾ കണ്ടത്. പക്ഷേ M31s വരുന്ന സമയത്ത് ഒരു സെൻറ്റർ പഞ്ച് ഹോൾ ഡിസൈനിലാണ് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഈ എം സീരീസിൽ ആദ്യമായിട്ടാണ് ഒരു സെൻറ്റർ പഞ്ച് ഹോൾ ഡിസൈനിൽ ഈ ഒരു ഫ്രണ്ട് ക്യാമറ സെറ്റപ്പ് ഫോണിൽ കൊണ്ടുവരുന്നത്. അതിനോടൊപ്പം നമ്മൾ M31ൽ അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ബാക്കിൽ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കണ്ടത്. M31s വരുന്ന സമയത്ത് ഒരു സൈഡ് മൗണ്ട് ഓഫ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് നമുക്ക് M31s കാണുന്നത്. ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഫോണിൻ്റെ ലോഞ്ചിന് ശേഷമാണ് സൈഡ് മൗണ്ട് ഓഫ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആണെന്നുള്ളൊരു കൺഫേം ന്യൂസ് കിട്ടിയത്. ഫോണിൻ്റെ ബാക്ക് ബോഡി ഡിസൈനിലും ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. M31നോട് കമ്പയർ ചെയ്യുമ്പോൾ M31s ഒരു പ്രീമിയം ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു പ്രീമിയം ടച്ച് ആ ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിൻ്റെയും ഡിസൈൻ വൈസ് എടുത്ത് പറയേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത്. ഇനി രണ്ടിൻ്റെയും ഡിസ്പ്ലേ സ്പെക്ക് എങ്ങനെയാണെന്ന് നോക്കാം. M31 വന്നത് 6.4 ഇഞ്ചിൻ്റെ സൂപ്പർ അമോലെഡ് ഇൻഫിനിറ്റി യു കട്ടൗട്ട് ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ് M31ൽ നമുക്ക് കിട്ടിയത്. M31s വരുമ്പോൾ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഫോണിൽ വരുന്നത്. സൂപ്പർ അമോലെഡ് ഇൻഫിനിറ്റി O ഡിസ്പ്ലേ ആണ് ഫോണിൽ വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ഒക്കെ M31s നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണും റൺ ചെയ്യുന്നത് ആൻഡ്രോയിഡ് വേർഷൻ 10ലാണ്. സാംസങ്ങിൻ്റെ 1UI രണ്ട് ഫോൺ റൺ ചെയ്യുന്നത്. രണ്ട് ഫോണിൻ്റെ പ്രോസസ്സിംഗ് പാർട്ടും സെയിം തന്നെയാണ്. സാംസങ്ങിൻ്റെ Exynos 9611 തന്നെയാണ്. ഈ എം സീരീസിൽ നമ്മൾ പല ഡിവൈസിലും കണ്ടൊരു സാധനമാണ് Exynos 9611. M30sലും സെയിം സാധനമായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഗ്രേഡ് ഇതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ പാർട്ടിൽ കൊണ്ടുവന്നാൽ കൊള്ളായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഫോണിൻ്റെ പ്രോസസ്സിംഗ് പാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് റിയർ ക്യാമറ സെറ്റപ്പ് ക്വാഡ് ക്യാമറ തന്നെയാണ് രണ്ട് ഫോണിൽ വരുന്നത്. M31ൽ വന്നത് 64 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ഷൂട്ടർ, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമായിരുന്നു ഫോണിൽ വന്നത്. M31s വരുന്ന സമയത്തും ഇവിടെയും 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് വരുന്നത്. പക്ഷേ ഇവിടെ സോണി IMX682 സെൻസറാണ് വരുന്നത്. ആദ്യമായിട്ടാണ് ഈ എം സീരീസിൽ സോണി IMX682 സെൻസർ വരുന്നത്. ഇതിൻ്റെ വൈഡ് ആംഗിൾ സൈഡിൽ ഒരു അപ്ഗ്രേഡ് ഉണ്ട്. ഇവിടെ 12 മെഗാ പിക്സലിലാണ് സെക്കൻഡറി സെൻസർ വരുന്നത്. 123 ഡിഗ്രി അൾട്രാ വൈഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. M31ൽ നമുക്ക് 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനോടൊപ്പം ഒരു 5 മെഗാ പിക്സലിന്റെ മാക്രോ ഷൂട്ടറും 5 മെഗാ പിക്സലിന്റെ ഡെപ്ത് ഷൂട്ടറുമാണ് M31sൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിന്റെ ക്യാമറ ഫീച്ചേഴ്സിൽ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ള 64 മെഗാ പിക്സലിന്റെ ഇന്റലിജന്റ് ക്യാമറ, ഇന്റലി ക്യാമറ. അതിൽ തന്നെ ഈ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിലെ കാണുന്ന സിംഗിൾ ടേക്ക് എന്ന് പറഞ്ഞൊരു ക്യാമറ ഫീച്ചർ ഉണ്ട്. അതായത് ഒറ്റ ടേക്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. ബൂമറാങ് വീഡിയോസ്, അതുപോലെ ഒരുപാട് തരത്തിലെ എഫക്ട്സ് കൊടുത്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ഈ ഒരു ഒറ്റ സിംഗിൾ ടേക്കിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതിനെയാണ് ഈ സിംഗിൾ ടേക്ക് എന്ന് പറയുന്ന ഫീച്ചർ പറയുന്നത്. ഈ ഒരു ഫീച്ചർ M31sൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ട് ക്യാമറ സൈഡിൽ സ്പെസിഫിക്കേഷനിൽ പ്രത്യേകിച്ച് വലിയൊരു അപ്ഗ്രേഡ് ഒന്നുമില്ല. 32 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ തന്നെയാണ് രണ്ട് ഫോണിൽ വരുന്നത്. പക്ഷേ ഇതിന്റെ ഡിസൈനിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. M31ൽ നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ചായിരുന്നു. M31sലേക്ക് വരുമ്പോൾ അവിടെ ഒരു സെൻറ്റർ പഞ്ച് ഹോൾ ഡിസൈനിൽ, ഞാൻ നേരത്തെ പറഞ്ഞ എം സീരീസിൽ ആദ്യമായിട്ടാണ് ഒരു സെൻറ്റർ പഞ്ച് ഹോൾ ഡിസൈനിൽ ക്യാമറ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫോണിൻ്റെ ക്യാമറ സ്പെസിഫിക്കേഷൻസ്. ഇനി റാം ആൻഡ് സ്റ്റോറേജിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് M31 3 വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. 6GB 64GB, 6GB 128GB, 8GB 128GB എന്നിങ്ങനെ 3 വേരിയൻറ്റിൽ അവൈലബിൾ ആയിരുന്നു. M31s നമുക്ക് രണ്ട് വേരിയൻറ്റേ ഉള്ളൂ. 6GB 128GB, 8GB 128GB എന്നിങ്ങനെ രണ്ട് വേരിയൻറ്റിലാണ് കിട്ടുന്നത്. പിന്നെ M31sൽ നമുക്ക് രണ്ട് സിമ്മും മെമ്മറി കാർഡും അറ്റ് എ ടൈം യൂസ് ചെയ്യാം. 512 MB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി കാർഡ് നമുക്ക് M31sൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വരുന്ന സമയത്ത് എം സീരീസ് മോൺസ്റ്റർ ബാറ്ററി 6000 mAh ബാറ്ററി തന്നെയാണ്
രണ്ട് ഫോണിൽ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ അപ്ഗ്രേഡ് ഉണ്ട്. M31 നമുക്ക് കിട്ടിയത് 15 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആയിരുന്നു. M31s വരുന്ന സമയത്ത് നമുക്കവിടെ 25 വോട്ടിൻ്റെ ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ് ആണ് കിട്ടുന്നത്. റിവേഴ്സ് ചാർജിങ് ഒക്കെ സപ്പോർട്ടാണ്. ടൈപ്പ് സി ടു ടൈപ്പ് സി റിവേഴ്സ് ചാർജിങ് ഒക്കെ ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഏകദേശം 0 to 100% ചാർജ് ആവാനായിട്ട് 97 മിനിറ്റ് ഒക്കെ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് വൈസ്, രണ്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും അതുപോലെ M31s വന്നിട്ടുള്ള അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ. ഇനി ഫോണിൻ്റെ പ്രൈസിങ് കൂടെ പറയാം. M31s കാര്യം, പ്രൈസിങ് M31 ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. M31s പ്രൈസിങ് വരുന്നത് 6GB വേരിയൻറ്റിന് 19,500 രൂപയാണ് വരുന്നത്. അതുപോലെ 8GB റാം വേരിയൻറ്റിന് 21,500 രൂപയാണ്. ഒരു 20,000 ആ ഒരു ബജറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ് ഈ M31s. അപ്പോൾ എന്തായാലും ഒരു 20,000 രൂപ ബജറ്റിൽ ഫോൺ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഗാലക്സി M31s. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിനോടും റിയൽമി 6 പ്രോനോടും പോക്കോ എക്സിനോടും ഒക്കെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു ഡിവൈസ് തന്നെയായിരിക്കും M31s എന്ന് പറയുന്നത്. നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും സാംസങ് ലവേഴ്സിനെ സംബന്ധിച്ചും, അതുപോലെ ഒരു 20K ബജറ്റിൽ ഫോൺ എടുക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും M31s. നല്ലൊരു ക്യാമറ ഫോണിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിലെ കാണുന്ന ഒരു ഫീച്ചർ, സിംഗിൾ ടേക്ക് എന്ന് പറയുന്ന ക്യാമറ ഫീച്ചറൊക്കെ M31s കിട്ടുന്നുണ്ട്. നല്ലൊരു ഡിസ്പ്ലേ ആണ് ഫോണിൽ വരുന്നത്. അതിനോടൊപ്പം ഒരു മാസീവ് കപ്പാസിറ്റി ബാറ്ററി ഫോണിലുണ്ട്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഫോണിൽ സപ്പോർട്ടാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഫീച്ചേഴ്സ് ഫോണിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രോസസ്സിംഗ് പാർട്ടിൽ കുറച്ചും കൂടി അപ്ഗ്രേഡ് വന്നാൽ കൊള്ളാമെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് August 6 August 6 നമുക്ക് സാംസങ് ഷോപ്പിങ്ങും ആമസോൺ ഇന്ത്യ എന്നൊക്കെ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാം. August 6 എന്ന് പറയുന്നത് ആമസോൺ പ്രൈം ഡേ സെയിലിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പം അതും കൂടെ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഇവിടെ സപ്പോർട്ടായിട്ടൊന്ന് കാണിക്കുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.